തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. കലയോടുള്ള അഭിനിവേശം മാത്രം കൈമുതലായി കഥകളിയുടെ കളിയരങ്ങിലെത്തിയ ഗഹന ഹരിയുടെ നേട്ടങ്ങൾക്ക് തിളക്കം ഏറെയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കഥകളിയിൽ എ ഗ്രേഡോടുകൂടിയാണ് പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി ഗഹന ഹരി വിജയിച്ചത്. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി സർവതോഭദ്രം കലാകേന്ദ്രമാണ് ഈ മിടുക്കിയെ കൈപിടിച്ചുയർത്തിയത്. ലക്ഷങ്ങൾ ചിലവ് വരുന്ന കഥകളിയുടെ ബാലപാഠങ്ങൾ 1 രൂപ മാത്രം ദക്ഷിണ നൽകിയാണ് സർവതോഭദ്രത്തിൽ അഭ്യസിക്കാൻ ആരംഭിച്ചത്. അന്നു മുതൽ അരങ്ങേറ്റം വരെ എല്ലാം സൗജന്യമായിരുന്നു. ആവണങ്ങാട്ടിൽ കളരിയിലെ കാരണവർ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കരോടും ഋഷികേശ് പണിക്കരോടും കഥകളി ആശാന്മാരായ കലാനിലയം ഗോപി, കലാനിലയം മനോജ് എന്നിവരോടും ഏറെ കടപ്പെട്ടിരിക്കുന്നതായി ഗഹനയുടെ മാതാപിതാക്കൾ പറയുന്നു. സാധാരണ കുടുംബമായ തങ്ങൾക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാനാകാത്തതായിരുന്നു ഈ നേട്ടമെന്നും ആവണങ്ങാട്ടിൽ കളരിയോടുള്ള കടപ്പാട് തീർത്താൽ തീരാത്തതാണെന്നും ഗഹനയുടെ മാതാപിതാക്കളായ പെരിങ്ങോട്ടുകര പറയങ്ങാട്ടിൽ ഹരിയും ഷേർലിയും പറഞ്ഞു. ആവണങ്ങാട്ടുകാർ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു വിജയത്തിലെത്താൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടാണ് അവിടെ പഠിക്കുന്നത്. നമുക്ക് 1 രൂപ പോലും ചിലവില്ല. ദക്ഷിണ വയ്ക്കുക എന്ന് മാത്രം, അത് 1 രൂപയാണ് നമ്മൾ ദക്ഷിണ വയ്ക്കുക. വെറ്റിലടയ്ക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവണങ്ങാട്ടിൽ നിന്ന് മണിക്കുട്ടസ്വാമി രഘുരാമപ്പണിക്കരൊക്കെ നമുക്ക് തരും. പിന്നെ അരങ്ങേറ്റത്തിന് പോലും നമുക്ക് ചിലവൊന്നുമില്ല. അതെല്ലാം അവിടെ നിന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബന്ധുക്കളെയൊക്കെ വിളിക്കുക, നമുക്ക് എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ അവർ തരും. അപ്പോൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഫ്രീ ആയിട്ട് പഠിച്ചിട്ടാണ് നമ്മൾ ആ സ്റ്റേറ്റിലേക്ക് വരെ എത്തിയിരിക്കുന്നത്. അവിടുത്തെ ആശാന്മാരെന്ന് പറഞ്ഞപ്പോൾ മോളെ ആദ്യമായിട്ട് പഠിപ്പിച്ചത് മനോജാശാനാണ്. ആദ്യമായിട്ടൊരു 4 കൊല്ലത്തോളം മനോജാശാൻ്റെ കീഴിലാണ് ആൾ പഠിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഗോപിയാശാനാണ് അവിടുത്തെ ഏറ്റവും വലിയ ആശാൻ, പ്രിൻസിപ്പാളായിട്ടുള്ള ആശാൻ. കലാനിലയം ഗോപിയാശാൻ, കലാനിലയം മനോജാശാൻ. അവർ 2 പേരുടെയും ശിക്ഷണത്തിലാണ് പഠിച്ചത്. അത്രയും നല്ല രീതിയിലാണ് അവരുടെ ശിക്ഷണം. ആരോടും ഒരു ദേഷ്യമോ ഒന്നുമില്ലാണ്ട് എല്ലാ കുട്ടികളെയും ഒരുപോലെ കണ്ടുകൊണ്ട് കുട്ടികളെ ഉയർത്താൻ വേണ്ടിയിട്ട് 2 ആശാന്മാരും നന്നായി ശ്രമിക്കുന്ന ആശാന്മാരാണ്. അതുപോലെ തന്നെ അവിടെ പാട്ടിനുള്ള എംബ്രാന്തി വേശാനും നല്ല രീതിയിലാണ് എല്ലാ കുട്ടികളോടും പെരുമാറുന്നതും എല്ലാ കാര്യങ്ങളും. പിന്നെ മദ്ദളം, ചുട്ടി, കൊട്ട്, അങ്ങനെ കുറേ ആശാന്മാരൊക്കെ ഉണ്ട്. എല്ലാ ആശാന്മാരും ഒന്നിനൊന്ന് മെച്ചത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റേജുകൾ കിട്ടാറുണ്ട്. അമ്പലത്തിൽ, പിന്നെ കൊടുങ്ങല്ലൂർ, തൃപ്രയാർ, അങ്ങനെ കുട്ടികൾക്ക് സ്റ്റേജുകൾ കൊടുക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു കയ്യെട്ടായിട്ട് കുട്ടികൾക്ക് കൊടുക്കും. അത് കുട്ടികൾക്കൊരു സമ്പാദ്യശീലം വളർത്തലും പിന്നെ അവരുടെ കാര്യങ്ങൾക്കൊക്കെ അത് ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് പഠിച്ചിട്ട് നമുക്കൊരു വരുമാന മാർഗ്ഗം ആവുകയാണ്. അതുപോലെ തന്നെ ഓരോ ലെവലിൽ നമുക്ക് കയറി പോകാനും പറ്റുകയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്, 800 കുട്ടിയോളം അവിടെ ഉണ്ട്. എല്ലാ തരത്തിലുള്ള കളരിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഹസ്ബൻഡും 2 കുട്ടികളും കളരിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വിഷ്ണുമായ സ്വാമിയുടെ കടാക്ഷം അവിടുത്തെ രഘുരാമ പണിക്കരുടെയും ഋഷികേശ പണിക്കരുടെയും ഒരു നല്ല മനസ്സുകൊണ്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ട് അങ്ങനെ എത്തിയിരിക്കുന്നത്. കഥകളി പഠനത്തിനു ശേഷം ക്ഷേത്രങ്ങളിലും വേദികളിലും അവതരിപ്പിക്കുക വഴി കിട്ടുന്ന കൈനീട്ടം പഠനാവശ്യങ്ങൾക്ക് ഉപകരിക്കാനാകുന്നുണ്ടെന്നും ഗഹന പറഞ്ഞു. ഞാൻ പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ആവണങ്ങാട്ടിൽ കഥകളി പഠിക്കാനായിട്ട് ഒരു 6 വർഷമായി ഞാൻ പഠിക്കുന്നത്. എനിക്ക് അതിനോട് ആദ്യം വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്താണ് കഥകളി എന്നൊന്നും എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല. ഞാൻ അന്ന് ചെറിയ കുട്ടിയാണ്, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അച്ഛൻ ആദ്യം ഒരു നോട്ടീസും കൊണ്ട് വന്നിട്ട് പറഞ്ഞു നമുക്ക് ഇവിടെ ചേർത്താം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. അമ്മയച്ഛനും ഭയങ്കര സപ്പോർട്ടഡായിരുന്നു. അങ്ങനെ ഇവരുടെ ഒരു സപ്പോർട്ടുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ചെന്ന് ചേർന്നതാണ്. അപ്പോൾ കലാനിലയം മനോജാശാൻ്റെ കീഴിലായിരുന്നു ഞാൻ ആദ്യം പഠിച്ചിരുന്നത്. അപ്പോൾ ആശാനാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ്. ആശാൻ എല്ലാ കാര്യത്തിനും എല്ലാവരും നല്ല വൃത്തിക്ക് പഠിപ്പിച്ച്. അപ്പോൾ എനിക്ക് എന്തോ ആശാനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും പിന്നെ ഈ കഥകളിക്ക് എനിക്കപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. കൂട്ടുകാരും എല്ലാവരും ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെ എനിക്കത് പഠിക്കാൻ തോന്നി.
അങ്ങനെ പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആദ്യം ഹൈസ്കൂൾ അന്തിക്കാടിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഹൈസ്കൂൾ അന്തിക്കാടിത്തെ ടീച്ചേഴ്സിനൊക്കെ ഒരു കഥകളിക്ക് ഇങ്ങനെ ഒരു കുട്ടി കയറുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവരൊക്കെ പറഞ്ഞു നമുക്ക് പോവാം, ഗഹന സ്റ്റേറ്റിക്കൊക്കെ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് വരെ എനിക്ക് പോകാൻ സാധിച്ചില്ല. പക്ഷേ അവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ ഇപ്പോഴും വിഷമമുണ്ട്. ഷില്ലി ടീച്ചറാണ് അവിടുത്തെ HM. എപ്പോഴും എന്നോട് പറയും, ഗഹന നിനക്ക് അവിടെ പോവാല്ലേ, അവിടെ പെരിങ്ങോട് സ്കൂളിൽ പോകാൻ, നിനക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയില്ലേ എന്നൊക്കെ പറയും. അവർക്കൊക്കെ ഭയങ്കര വിഷമമാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ സിദ്ധി ടീച്ചറാണ് എന്നെ ബോട്ടണി പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ആ ടീച്ചർ എന്നെ ഭയങ്കര സപ്പോർട്ടറായിരുന്നു. ടീച്ചറുടെ ഒരു വലിയ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് സ്റ്റേറ്റിലേക്ക്. ടീച്ചർ പറഞ്ഞു നമുക്ക് ഗഹന ഈ പരിപാടിക്ക് കൊണ്ടുപോകണം, ഒരാളെങ്കിലും കൂടെ സ്റ്റേറ്റ് എത്തണമെങ്കിൽ അത് കഥകളിക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എത്താൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ടീച്ചറുടെ ഒരു വലിയ സപ്പോർട്ട് കാരണം എനിക്ക് എത്താൻ പറ്റി. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൽ അങ്ങനെ എനിക്ക് കോമ്പറ്റീഷൻ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഒന്ന് പോയി. അപ്പോൾ കലോനിലെ ഗോപി ആശാൻ്റെ കീഴിലായപ്പോഴത്തേനും സീനിയർ ആയതുകൊണ്ട് അങ്ങോട്ട് മാറ്റി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഗോപി ആശാനാണെങ്കിൽ എന്താ പറയുക, നമുക്ക് പഠിക്കാം ചെയ്യാമെന്ന് പറഞ്ഞ അവരുടെ ഒരു സപ്പോർട്ടും അങ്ങനെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ പോയിട്ട് A ഗ്രേഡ് കിട്ടിയത്. അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. രുക്മിണി സ്വയംവരം ആട്ടക്കഥ അവതരിപ്പിച്ചാണ് ഗഹന സംസ്ഥാന കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയത്.